ഹായ് ഓൾ, എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 10th പ്രിലിംസ് പരീക്ഷകളിൽ പി എസ് സി റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ, അതായത് പി എസ് സി ആവർത്തിക്കുന്ന ചോദ്യങ്ങളുണ്ട് അല്ലേ, കുറച്ച് ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ അടുത്ത പരീക്ഷകളിലൊക്കെ ഈ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് വന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. നമ്മുടെ ചാനലിൽ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള എല്ലാ SCERT ക്ലാസ്സുകളും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സബ്ജക്റ്റ് വൈസ് ആയിട്ടും ടോപ്പിക് വൈസ് ആയിട്ടൊക്കെ മോക്ക് ടെസ്റ്റ് തരുന്നുണ്ട്. മോഡൽ പേപ്പർ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഓരോ ക്വസ്റ്റ്യൻ പേപ്പറായിട്ടും കണക്റ്റഡ് ഫാക്ട്സ് ഉണ്ടൊക്കെ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ക്ലാസ്സുകൾ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഈ കമ്പനി ബോർഡ് LDS SCERT ചാപ്റ്റേഴ്സും വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിൻ്റെ SCERT ചാപ്റ്റേഴ്സൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനനുസരിച്ചുള്ള ക്ലാസ്സുകളും തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനം ഏതാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനം ഏതാണ്? ആൻസർ ഏതാണ്? 1929 ലാഹോർ സമ്മേളനത്തെയാണ് പൂർണ്ണ സ്വരാജ് ആണെന്ന് 1929 ലാഹോർ സമ്മേളനത്തിലാണ് പൂർണ്ണ സ്വരാജ് എന്ന് പറയുന്ന പ്രമേയം പാസ്സാക്കുന്നത് തന്നെയല്ലേ. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ പി എസ് സി പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ചെയ്തിട്ടുള്ളവർക്ക് അറിയാം. ഈ ഒരു ക്വസ്റ്റ്യൻ പല പ്രാവശ്യം ഈ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം ഏത്? ഈ ഒരു ക്വസ്റ്റ്യനും കണ്ടിട്ടുണ്ടായിരിക്കില്ലേ. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയൊക്കെ നമുക്ക് കഴിഞ്ഞ ഒരു എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നത് നിയമലംഘന പ്രസ്ഥാനം എന്നതിന് പകരം എന്തായിരുന്നു? നിസ്സഹകരണ സമരം ആരംഭിക്കാനാണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഓരോ സബ്ജക്റ്റിനെയും PYക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ക്ലാസ്സുകൾ കണ്ടവർക്കറിയാം. ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ കുറേ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ്? 1929 ലാഹോർ സമ്മേളനമാണ്. ലാഹോർ സമ്മേളനത്തിലെ പ്രസിഡന്റ് ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏത് ദേശീയ പ്രക്ഷോഭത്തിന് മുന്നോടിയായാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് ഗാന്ധിജി ആഹ്വാനം ചെയ്തത്? ഏത് ദേശീയ പ്രക്ഷോഭത്തിന് മുന്നോടിയായാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് ഗാന്ധിജി ആഹ്വാനം ചെയ്തത്? ഏതാണ്? ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം. ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം. ക്വിറ്റ് ഇന്ത്യ സമരം തുടങ്ങാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം നടന്നത് എവിടെ? ക്വിറ്റ് ഇന്ത്യ സമരം തുടങ്ങാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം നടന്നത് എവിടെ? മുംബൈ. ഏത് ദൗത്യത്തെയാണ് ഗാന്ധിജി പിൻ തീയതി വെച്ച് ചെക്ക് എന്ന് വിശേഷിപ്പിച്ചത്? ഏത് ദൗത്യത്തെയാണ് ഗാന്ധിജി പിൻ തീയതി വെച്ച ചെക്ക് എന്ന് വിശേഷിപ്പിച്ചത്? ക്രിപ്സ് ദൗത്യം. ഇന്ത്യ പാകിസ്ഥാൻ വിഭജന കാലത്തെ ദുരിതങ്ങൾ വിവരിക്കുന്ന നിശബ്ദതയുടെ മറുവശം അതർ സൈഡ് ഓഫ് സൈലൻസ് എന്ന കൃതി രചിച്ചതാര്? ഇന്ത്യ പാകിസ്ഥാൻ വിഭജന കാലത്തെ ദുരിതങ്ങൾ വിവരിക്കുന്ന നിശബ്ദതയുടെ മറുവശം അല്ലെങ്കിൽ അതർ സൈഡ് ഓഫ് സൈലൻസ് എന്ന കൃതി രചിച്ചതാരാണ്? ഉർവശി ഭൂട്ടാലിയ. ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരിയായ ശുഭാംശു ശുക്ല പങ്കെടുത്ത ബഹിരാകാശ ദൗത്യം ഏതായിരുന്നു? ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരിയായ ശുഭാംശു ശുക്ല പങ്കെടുത്ത ബഹിരാകാശ ദൗത്യം ഏതായിരുന്നു? ആക്സിയം 4. ദക്ഷിണ അമേരിക്കയുടെ പടിഞ്ഞാറൻ തീരത്തു കൂടി ഒഴുകുന്ന സമുദ്രജല പ്രവാഹം ഏത്? ദക്ഷിണ അമേരിക്കയുടെ പടിഞ്ഞാറൻ തീരത്തു കൂടി ഒഴുകുന്ന സമുദ്രജല പ്രവാഹം ഏത്? ഹംബോൾട്ട് പ്രവാഹം. ഓസോൺ ശോഷണത്തിന് കാരണമാകുന്ന ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനം കുറയ്ക്കാൻ ലക്ഷ്യമിടുന്ന അന്താരാഷ്ട്ര ഉടമ്പടി ഏത്? ഓസോൺ ശോഷണത്തിന് കാരണമാകുന്ന ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനം കുറയ്ക്കാൻ ലക്ഷ്യമിടുന്ന അന്താരാഷ്ട്ര ഉടമ്പടി ഏത്? മോൺട്രിയൽ പ്രോട്ടോകോൾ. ഇന്ത്യൻ ഉപഗ്രഹങ്ങളെ തമ്മിൽ ഭ്രമണപഥത്തിൽ വെച്ച് വിജയകരമായി ഡോക്കിംഗ് നടത്തിയ ദൗത്യം ഏത്? ഇന്ത്യൻ ഉപഗ്രഹങ്ങളെ തമ്മിൽ ഭ്രമണപഥത്തിൽ വെച്ച് വിജയകരമായി ഡോക്കിംഗ് നടത്തിയ ദൗത്യം ഏത്? സ്പാഡെക്സ്. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന ഉഷ്ണക്കാറ്റേത്? ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന ഉഷ്ണക്കാറ്റേത്? ലൂ. ഏതൊക്കെ നദീ ഡെൽറ്റകൾക്കിടയിലാണ് ചിൽക്ക തടാകം സ്ഥിതി ചെയ്യുന്നത്? ഏതൊക്കെ നദീ ഡെൽറ്റകൾക്കിടയിലാണ് ചിൽക്ക തടാകം സ്ഥിതി ചെയ്യുന്നത്? മഹാനദി ഗോദാവരി ഡെൽറ്റ. ദേശീയ തൊഴിലുറപ്പ് പദ്ധതി പ്രഖ്യാപിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? ദേശീയ തൊഴിലുറപ്പ് പദ്ധതി പ്രഖ്യാപിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? 10ാം പദ്ധതി. 12ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു? 12ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്തായിരുന്നു? സുസ്ഥിര വികസനം. കോളാർ സ്വർണ്ണഖനികൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? കോളാർ
സ്വർണ്ണഖനികൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? കർണാടകം. ഭരണഘടനാ നിർമ്മാണ സഭ എന്ന ആശയം 1934 ആദ്യമായി മുന്നോട്ട് വെച്ച സാമൂഹിക പ്രവർത്തകനാര്? ഭരണഘടനാ നിർമ്മാണ സഭ എന്ന ആശയം 1934 ആദ്യമായി മുന്നോട്ട് വെച്ച സാമൂഹിക പ്രവർത്തകനാര്? MN റോയ്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ആര്? ഭരണഘടനാ നിർമ്മാണ സഭയിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ആര്? ജവഹർലാൽ നെഹ്റു. ഭരണഘടനാ നിർമ്മാണ സഭയിൽ അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയം പിന്നീട് ഭരണഘടനയുടെ ഏത് ഭാഗമായി മാറി? ഭരണഘടനാ നിർമ്മാണ സഭയിൽ അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയം പിന്നീട് ഭരണഘടനയുടെ ഏത് ഭാഗമായിട്ടാണ് മാറിയത്? ആമുഖമാണ് അല്ലേ? ആമുഖം. സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്ന പ്രതിഭാ പദ്ധതി ഏത് വിഭാഗത്തിൻ്റെ ക്ഷേമം ലക്ഷ്യമിടുന്നതാണ്? സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്ന പ്രതിഭാ പദ്ധതി ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങൾക്ക്. അട്ടപ്പാടിയിലെ ഗോത്രവർഗക്കാരുടെ പരമ്പരാഗത കൃഷി പുനരുജ്ജീവിപ്പിക്കാനായി നടപ്പിലാക്കിയ പദ്ധതി ഏത്? അട്ടപ്പാടിയിലെ ഗോത്രവർഗക്കാരുടെ പരമ്പരാഗത കൃഷി പുനരുജ്ജീവിപ്പിക്കാനായി നടപ്പിലാക്കിയ പദ്ധതി ഏത്? മില്ലറ്റ് വില്ലേജ് പദ്ധതി. മനുഷ്യരിൽ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ഏത്? ഈ ഒരു ക്വസ്റ്റ്യനൊക്കെ കുറേ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് അല്ലേ? മനുഷ്യരിൽ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ കെ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ അസ്ഥി ഏത്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ അസ്ഥി ഏത്? ഫീമർ. മലേറിയ ഉണ്ടാകുന്ന രോഗം ഏത്? രോഗാണു ഏത്? മലേറിയ ഉണ്ടാക്കുന്ന രോഗാണു ഏത്? പ്ലാസ്മോഡിയം. ആകാശം നീലനിറത്തിൽ കാണപ്പെടാൻ കാരണമായ പ്രകാശത്തിൻ്റെ പ്രതിഭാസം ഏത്? ആകാശം നീലനിറത്തിൽ കാണപ്പെടാൻ കാരണമായ പ്രകാശത്തിൻ്റെ പ്രതിഭാസം ഏത്? വിസരണം. ഒരു ദിവസം നമ്മുടെ വായിൽ വീഴാൻ പോകുന്ന ചെറി എന്ന് നാട്ടുരാജ്യമായ ഔദിനെ വിശേഷിപ്പിച്ചത് ആര്? ഒരു ദിവസം നമ്മുടെ വായിൽ വീഴാൻ പോകുന്ന ചെറി എന്ന് നാട്ടുരാജ്യമായ ഔദിനെ വിശേഷിപ്പിച്ചത് ആര്? ഡൽഹൌസി പ്രഭു. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ബഹുജന സമരം ഏതാണ്? ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ബഹുജന സമരം ഏതാണ്? നിസ്സഹകരണ സമരം. അവസാനത്തെ സമരം ഏതായിരുന്നു? ക്വിറ്റ് ഇന്ത്യ സമരം. ഏതൊരു ഇന്ത്യക്കാരനെയും വാറണ്ടില്ലാതെ അറസ്റ്റ് ചെയ്യാൻ ബ്രിട്ടീഷുകാർക്ക് അധികാരം നൽകിയ നിയമം ഏത്? ഏതൊരു ഇന്ത്യക്കാരനെയും വാറണ്ടില്ലാതെ അറസ്റ്റ് ചെയ്യാൻ ബ്രിട്ടീഷുകാർക്ക് അധികാരം നൽകിയ നിയമം ഏത്? റൗളത്ത് നിയമം. ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? അരുണ അസഫ് അലി. അപ്പോൾ ക്വിറ്റ് ഇന്ത്യ സമര നായകൻ എന്ന് വിശേഷിപ്പിച്ചത് ആരെയായിരുന്നു? ജയപ്രകാശ് നാരായൺ. ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ആരുടെ സംഭാവനയാണ്? ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ആരുടെ സംഭാവനയാണ്? സുഭാഷ് ചന്ദ്രബോസ്. ചെറു ഭരണഘടന എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി ഏത്? മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി ഏതാണ്? 42ാം ഭേദഗതി. ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആരിൽ നിക്ഷിപ്തമായിരിക്കുന്നു? ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിനുള്ള അധികാരം ആരിൽ നിക്ഷിപ്തമായിരിക്കുന്നു? പാർലമെന്റ്. ഓരോ വ്യക്തിയും രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഓരോ വ്യക്തിയും രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? മൗലിക കടമകൾ. സമപന്തി ഭോജനം നടപ്പിലാക്കിയ സാമൂഹിക പരിഷ്കർത്താവ് ആര്? സമപന്തി ഭോജനം നടപ്പിലാക്കിയ സാമൂഹിക പരിഷ്കർത്താവ് ആര്? വൈകുണ്ഠ സ്വാമികൾ. വേദാധികാര നിരൂപണം ആരുടെ കൃതിയാണ്? വേദാധികാര നിരൂപണം ആരുടെ കൃതിയാണ്? ചട്ടമ്പി സ്വാമികൾ. ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും എന്ന് ഏത് സാമൂഹിക പരിഷ്കർത്താവിൻ്റെ വാക്കുകളാണിവ? ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും എന്ന് പറയുന്നത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ അതാണ്, അയ്യങ്കാളിയാണ്. മന്നത്ത് പത്മനാഭൻ നയിച്ച സവർണ ജാഥ ഏത് സമരവുമായി ബന്ധപ്പെട്ടതായിരുന്നു? ഒരു ക്വസ്റ്റ്യനൊക്കെ കുറേ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. മന്നത്ത് പത്മനാഭൻ നയിച്ച സവർണ ജാഥ ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടതാണ്. അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെയും ചോദിക്കാം, വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് സവർണ ജാഥ നടത്തിയത് ആര്? അങ്ങനെയും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ക്വസ്റ്റ്യൻ ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. ശ്രീനാരായണ ഗുരു സർവമത സമ്മേളനം നടത്തിയത് എവിടെ? ശ്രീനാരായണ ഗുരു സർവമത സമ്മേളനം നടത്തിയത് എവിടെയാണ്? ആലുവയിലാണ്.
ബന്ധു ക്ലിനിക് പദ്ധതി ഏത് വിഭാഗത്തെ ലക്ഷ്യമാക്കിയുള്ളതാണ്? ബന്ധു ക്ലിനിക് പദ്ധതി ഏത് വിഭാഗത്തെ ലക്ഷ്യമാക്കിയുള്ളതാണ്? അതിഥി തൊഴിലാളികൾ. അതിഥി തൊഴിലാളികൾ. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെട്ടത് ആര്? ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെട്ടത് ആര്? സർദാർ വല്ലഭായ് പട്ടേൽ. വിദ്യാഭ്യാസത്തെ സംസ്കാരവുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സാംസ്കാരിക വകുപ്പ് രൂപവൽക്കരിച്ച സ്ഥാപനം ഏത്? വിദ്യാഭ്യാസത്തെ സംസ്കാരവുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സാംസ്കാരിക വകുപ്പ് രൂപവൽക്കരിച്ച സ്ഥാപനം ഏത്? സെന്റർ ഫോർ കൾച്ചറൽ റിസോഴ്സസ് ആൻഡ് ട്രെയിനിങ്. സെന്റർ ഫോർ കൾച്ചറൽ റിസോഴ്സസ് ആൻഡ് ട്രെയിനിങ്. കേരളത്തിൽ ആനമല, ഏലമല എന്ന പേരുകളിലും അറിയപ്പെടുന്ന ഭൂവിഭാഗം ഏത്? കേരളത്തിൽ ആനമല, ഏലമല എന്നീ പേരുകളിലും അറിയപ്പെടുന്ന ഭൂവിഭാഗം ഏത്? പശ്ചിമഘട്ടം. ഹോർത്തൂസ് മലബാരിക്കസ് എന്ന ഗ്രന്ഥത്തിൽ കേരളത്തിലെ എത്ര ഔഷധ സസ്യങ്ങളെക്കുറിച്ചാണ് വിവരിച്ചിരിക്കുന്നത്? ഹോർത്തൂസ് മലബാരിക്കസ് എന്ന ഗ്രന്ഥത്തിൽ കേരളത്തിലെ എത്ര ഔഷധ സസ്യങ്ങളെക്കുറിച്ചാണ് വിവരിച്ചിരിക്കുന്നത്? 742 സസ്യങ്ങൾ. സുബ്രഹ്മണ്യ ഭാരതി ഏത് ഭാഷയിലെ സാഹിത്യകാരനാണ്? സുബ്രഹ്മണ്യ ഭാരതി ഏത് ഭാഷയിലെ സാഹിത്യകാരനാണ്? തമിഴ്. ഇന്ത്യൻ രാഷ്ട്രപതി സ്ഥാനത്ത് എത്തുന്നതിന് മുമ്പ് ദ്രൗപദി മുർമു ഏത് സംസ്ഥാനത്തിൻ്റെ ഗവർണറായിരുന്നു? ജാർഖണ്ഡ്. മൗസിം എന്ന അറബി പദത്തിൻ്റെ അർത്ഥം എന്ത്? മൗസിം എന്ന അറബി പദത്തിൻ്റെ അർത്ഥം എന്ത്? ഋതുക്കൾ. ഏറ്റവും നീളം കൂടിയ ഉപദ്വീപീയ നദി ഏത്? ഏറ്റവും നീളം കൂടിയ ഉപദ്വീപീയ നദി ഏതാണ്? ഗോദാവരി. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം ഏത്? പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം ഏതാണ്? കറുത്ത മണ്ണ്. താർ മരുഭൂമിയുടെ രൂപവൽക്കരണത്തിന് കാരണമായ പർവ്വതനിര ഏത്? താർ മരുഭൂമിയുടെ രൂപവൽക്കരണത്തിന് കാരണമായ പർവ്വതനിര ഏത്? ആരവല്ലി നിര. കേരളത്തിലെ പ്രധാന ഖാരിഫ് വിള ഏത്? കേരളത്തിലെ പ്രധാന ഖാരിഫ് വിള ഏത്? നെല്ല്. സിംഹവാലൻ കുരങ്ങുകൾ സംരക്ഷിക്കപ്പെടുന്ന സൈലന്റ് വാലി ദേശീയോദ്യാനം ഏത് ജില്ലയിലാണ്? സിംഹവാലൻ കുരങ്ങുകൾ സംരക്ഷിക്കപ്പെടുന്ന സൈലന്റ് വാലി ദേശീയോദ്യാനം ഏത് ജില്ലയിലാണ്? പാലക്കാട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയ പാതകൾ കടന്നു പോകുന്ന ഭൂപ്രകൃതി വിഭാഗം ഏത്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയ പാതകൾ കടന്നു പോകുന്ന ഭൂപ്രകൃതി വിഭാഗം ഏത്? ഇടനാട്. ഇന്ത്യയിലെ ഏറ്റവും ആഴമുള്ള ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും ആഴമുള്ള ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം ഏതാണ്? വിഴിഞ്ഞം. മനുഷ്യ ശരീരത്തിലെ ഉദരാശയത്തെയും ഔരസാശയത്തെയും വേർതിരിക്കുന്ന പേശി നിർമ്മിതമായ ഭിത്തിയുടെ പേരെന്ത്? മനുഷ്യ ശരീരത്തിലെ ഉദരാശയത്തെയും ഔരസാശയത്തെയും വേർതിരിക്കുന്ന പേശി നിർമ്മിതമായ ഭിത്തിയുടെ പേരെന്ത്? ഡയഫ്രം. മണ്ണിനെ മരുഭൂമിയാക്കുകയല്ല വിളഭൂമിയാക്കുകയാണ് വേണ്ടത്. ആരുടെ വാക്കുകളാണിവ? മണ്ണിനെ മരുഭൂമിയാക്കുകയല്ല വിളഭൂമിയാക്കുകയാണ് വേണ്ടത്. ആര് പറഞ്ഞതാണ്? മസനോബു ഫുക്കുവോക്ക. ഭൂമിയുടെ അന്തരീക്ഷത്തിലെ ഓക്സിജന്റെ അളവ് എത്ര? ഭൂമിയുടെ അന്തരീക്ഷത്തിലെ ഓക്സിജന്റെ അളവ് എത്രയാണ്? 20.9%. ഏത് വിറ്റാമിൻ്റെ അഭാവമാണ് ത്വക്ക്, പല്ല്, മോണ എന്നിവയിലെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നത്? ഏത് വിറ്റാമിൻ്റെ അഭാവമാണ് ത്വക്ക്, പല്ല്, മോണ എന്നിവയിലെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നത്? വൈറ്റമിൻ സി. കണ്ടൽ കാടുകൾക്കിടയിൽ എൻ്റെ ജീവിതം എന്ന ആത്മകഥ ആരുടേതാണ്? കണ്ടൽ കാടുകൾക്കിടയിൽ എൻ്റെ ജീവിതം എന്ന ആത്മകഥ ആരുടേതാണ്? കല്ലേൻ പൊക്കുടൻ. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചതാര്? ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദൻ. കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ്? കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ്? ജോസഫ് മുണ്ടശ്ശേരി. ആദ്യമായി ജ്ഞാനപീഠം അവാർഡ് നേടിയ കേരളീയൻ ആര്? ആദ്യമായി ജ്ഞാനപീഠം അവാർഡ് നേടിയ കേരളീയൻ ആര്? ജി ശങ്കരക്കുറുപ്പ്. തിരുവിതാംകൂറിൽ ആദ്യത്തെ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസ് ആരംഭിച്ചതാര്? തിരുവിതാംകൂറിൽ ആദ്യത്തെ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസ് ആരംഭിച്ചതാര്? CP രാമസ്വാമി അയ്യർ. CP രാമസ്വാമി അയ്യർ. പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചതാര്? പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചതാര്? സർദാർ KM പണിക്കർ. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? PYQ ചെയ്തവർക്ക് അറിയാലേ, ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായി ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് ആരാണ്? രാജാറാം മോഹൻ റോയ്. ബംഗാൾ വിഭജനം നടപ്പിലാക്കിയ വൈസ്രോയി ആര്? ബംഗാൾ വിഭജനം നടപ്പിലാക്കിയ വൈസ്രോയി ആര്? കേഴ്സൺ പ്രഭു. വിമോചന സമരം നടന്നത് ആരുടെ നേതൃത്വത്തിലാണ്? വിമോചന സമരം മന്നത്ത് പത്മനാഭൻ. മന്നത്ത് പത്മനാഭൻ. നാഷണൽ ഹെറാൾഡ് എന്ന പത്രത്തിന്റെ സ്ഥാപകൻ ആര്? നാഷണൽ ഹെറാൾഡ് എന്ന പത്രത്തിന്റെ സ്ഥാപകൻ ആര്? ജവഹർലാൽ നെഹ്റു.
ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്ന് വിളിക്കപ്പെട്ടത് ആര്? ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്ന് വിളിക്കപ്പെട്ടത് ആര്? ദാദാഭായ് നവറോജി. ഗാന്ധിജി തന്റെ ആത്മകഥ രചിച്ചത് ഏത് ഭാഷയിലായിരുന്നു? ഗാന്ധിജി തന്റെ ആത്മകഥ രചിച്ചത് ഏത് ഭാഷയിലായിരുന്നു? ഗുജറാത്തി. ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് ആദ്യമായി അഭിസംബോധന ചെയ്തതാര്? ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് ആദ്യമായി അഭിസംബോധന ചെയ്തതാര്? സുഭാഷ് ചന്ദ്രബോസ്. കഥകളിയിൽ സ്ത്രീകളെയും മുനിമാരെയും പ്രതിനിധാനം ചെയ്യുന്ന വേഷമേത്? കഥകളിൽ സ്ത്രീകളെയും മുനിമാരെയും പ്രതിനിധാനം ചെയ്യുന്ന വേഷമേത്? മിനുക്ക്. 1978 എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്തത്? 1978 എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളിൽ നിന്നും നീക്കം ചെയ്തത്? 44-ാം ഭേദഗതി. നാളെ നമ്മൾ ബ്രിട്ടീഷ് അധിനിവേശത്തിന്റെ അടിമത്തത്തിൽ നിന്നും മോചിതരാകും. പക്ഷേ ഈ അർദ്ധരാത്രിയിൽ ഇന്ത്യ വിഭജിക്കപ്പെടും. അതുകൊണ്ട് നാളത്തെ ദിവസം ആഹ്ലാദത്തിൻ്റേത് എന്ന പോലെ കഠിനമായ ദുഃഖത്തിൻ്റേതുമാണ്. ഈ പ്രസ്താവന ആരുടേതാണ്? നാളെ നമ്മൾ ബ്രിട്ടീഷ് അധിനിവേശത്തിന്റെ അടിമത്തത്തിൽ നിന്നും മോചിതരാകും. SCERT ഉണ്ടോ? പക്ഷേ ഈ അർദ്ധരാത്രിയിൽ ഇന്ത്യ വിഭജിക്കപ്പെടും. അതുകൊണ്ട് നാളത്തെ ദിവസം ആഹ്ലാദത്തിൻ്റെതാണെന്ന് പറഞ്ഞത് ആരാണ്? നാളത്തെ ദിവസം ആഹ്ലാദത്തിൻ്റേത് പോലെ തന്നെ കഠിനമായ ദുഃഖത്തിനെയും കൂടിയാണെന്ന് പറഞ്ഞത് ആരാണ്? ഗാന്ധിജിയാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആര്? സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ് മൗലാന അബുൽ കലാം ആസാദ്. ഒന്നാം പഞ്ചവത്സര പദ്ധതി തയ്യാറാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച മലയാളി സാമ്പത്തിക ശാസ്ത്രജ്ഞനാര്? ഒന്നാം പഞ്ചവത്സര പദ്ധതി തയ്യാറാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച മലയാളി സാമ്പത്തിക ശാസ്ത്രജ്ഞനാര്? ഡോക്ടർ KN രാജ്. അട്ടേലി ബട്ടേലി ഡിലീഷ്യസ് എന്ന പരസ്യഗാനവും വെണ്ണ പുരട്ടിയ പൊരിച്ച റൊട്ടി പിടിച്ചു നിൽക്കുന്ന വാത്സല്യം തോന്നുന്ന ഒരു കൊച്ചു പെൺകുട്ടിയുടെ ചിത്രവും എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അട്ടേലി ബട്ടേലി ഡിലീഷ്യസ് എന്ന് പറയുന്ന പരസ്യഗാനവും വെണ്ണ പുരട്ടിയ പൊരിച്ച റൊട്ടി പിടിച്ചു നിൽക്കുന്ന വാത്സല്യം തോന്നുന്ന ഒരു കൊച്ചു പെൺകുട്ടിയുടെ ചിത്രം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അമുൽ. ലോകരാജ്യങ്ങൾക്കിടയിൽ വലുപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര? ലോകരാജ്യങ്ങൾക്കിടയിൽ വലുപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര? 7. അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ദ്വീപസമൂഹം ഏത്? അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ദ്വീപസമൂഹം ഏത്? ലക്ഷദ്വീപ്. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് ഏത് കായലിലാണ്? നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് ഏത് കായലിലാണ്? പുന്നമട കായൽ. 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ല ഏത്? 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ല ഏത്? വയനാട്. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം എവിടെ? കേരളത്തിലെ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം എവിടെയാണ്? പീച്ചി. കേരളത്തിലെ ഉയരം കൂടിയ കൊടുമുടി ഏത്? കേരളത്തിലെ ഉയരം കൂടിയ കൊടുമുടി ഏത്? ആനമുടി. ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ഏത്? ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ഏത്? ആനമുടി. കാറ്റിലൂടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ കാറ്റാടി പാടം സ്ഥിതി ചെയ്യുന്നത് എവിടെ? കാറ്റിലൂടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ കാറ്റാടി പാടം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കഞ്ചിക്കോട്. കേരളത്തിലെ ആദ്യത്തെ പേപ്പർ മിൽ സ്ഥാപിച്ചത് എവിടെ? കേരളത്തിലെ ആദ്യത്തെ പേപ്പർ മിൽ സ്ഥാപിച്ചത് എവിടെ? പുനലൂർ. സാർവത്രിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് ഏത്? സാർവത്രിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് O രക്തഗ്രൂപ്പാണ്. സ്വീകർത്താവാണെങ്കിൽ ഏതാണ്? AB പോസിറ്റീവ് ആണ്. ശ്വാസകോശത്തിന്റെ സങ്കോച വികാസങ്ങളെ നിയന്ത്രിക്കുന്ന പേശി ഭിത്തി ഏത്? ഡയഫ്രം ആണ്. നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ കണ്ടില്ലേ? ഔരസാശയത്തെയും ഉദരാശയത്തെയും വേർതിരിക്കുന്ന ഭാഗമാണ് ഡയഫ്രം. ശ്വാസകോശത്തിന്റെ സങ്കോച വികാസങ്ങളെ നിയന്ത്രിക്കുന്ന പേശി ഭിത്തിയാണ് ഡയഫ്രം. ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ ഏതെല്ലാം? ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകളാണ് വൈറ്റമിൻ ബിയും വൈറ്റമിൻ സിയും. ശരീരത്തിൽ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമായ പോഷകം ഏത്? ശരീരത്തിൽ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമായ പോഷകം ഏത്? ഇരുമ്പ്. മലമ്പനി രോഗം പരത്തുന്ന കൊതുകിനം ഏത്? മലമ്പനി രോഗം പരത്തുന്ന കൊതുകിനം അനോഫിലസ്. രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ തോത് കുറയ്ക്കുന്ന ഹോർമോൺ. രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയ്ക്കുന്ന ഹോർമോൺ ഇൻസുലിൻ. കേരളത്തിൽ സർക്കാർ തലത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള മരണാനന്തര അവയവ കൈമാറ്റ പദ്ധതി ഏത്? കേരളത്തിൽ സർക്കാർ തലത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള മരണാനന്തര അവയവ കൈമാറ്റ പദ്ധതി ഏത്? മൃതസഞ്ജീവനി. കൊഴുപ്പടിഞ്ഞ് ധമനികളുടെ വ്യാസം കുറയുന്നത് മൂലമുണ്ടാകുന്ന ജീവിതശൈലി രോഗം ഏത്? കൊഴുപ്പടിഞ്ഞ് ധമനികളുടെ വ്യാസം കുറയുന്നത് മൂലമുണ്ടാകുന്ന ജീവിതശൈലി രോഗം ഏത്? അമിത രക്തസമ്മർദ്ദം. കേരള സർക്കാർ തുടക്കം കുറിച്ച അശ്വമേധം പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ്?
കേരള സർക്കാർ തുടക്കം കുറിച്ച അശ്വമേധം പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ്? കുഷ്ഠരോഗം. കാർഷിക മേഖലയുടെ വികസനം, ചെറുകിട കുടിൽ വ്യവസായങ്ങളുടെ വികസനം, കൈത്തൊഴിൽ വികസനം തുടങ്ങിയവ ലക്ഷ്യമാക്കി 1982 നിലവിൽ വന്ന സ്ഥാപനം ഏത്? കാർഷിക മേഖലയുടെ വികസനം, ചെറുകിട കുടിൽ വ്യവസായങ്ങളുടെ വികസനം, കൈത്തൊഴിൽ വികസനം തുടങ്ങിയവ ലക്ഷ്യമാക്കി 1982 നിലവിൽ വന്ന സ്ഥാപനം ഏത്? നബാർഡ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ജോലിക്ക് കൂലി, ഭക്ഷണം, നീതി എന്നീ മുഖ്യ ലക്ഷ്യങ്ങളായിട്ടുള്ള പഞ്ചവത്സര പദ്ധതി ഏത്? ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ജോലിക്ക് കൂലി, ഭക്ഷണം, നീതി എന്നിവ മുഖ്യ ലക്ഷ്യങ്ങളാക്കിയ പഞ്ചവത്സര പദ്ധതി ഏത്? 5ാം പദ്ധതി. ഹൈക്കോടതികളുടെ റിട്ട് അധികാരവുമായി ബന്ധപ്പെട്ട ഭരണഘടനാ അനുച്ഛേദം. ഹൈക്കോടതികളുടെ റിട്ട് അധികാരവുമായി ബന്ധപ്പെട്ട ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 226 അപ്പോൾ സുപ്രീം കോടതിയുടെ റിട്ട് അധികാരത്തെക്കുറിച്ച് പറയുന്ന ഏതാണ്? ആർട്ടിക്കിൾ 32 1975 ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആരായിരുന്നു? 1975 ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആരാണ്? സി അച്യുതമേനോൻ. റെറ്റിനോൾ എന്നും അറിയപ്പെടുന്ന വിറ്റാമിൻ ഏത്? റെറ്റിനോൾ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ എ. എ അധിഷ്ഠിത റിയൽ ടൈം ഫോറസ്റ്റ് അലേർട്ട് സിസ്റ്റം ആരംഭിച്ച ആദ്യത്തെ സംസ്ഥാനം ഏത്? എ അധിഷ്ഠിത റിയൽ ടൈം ഫോറസ്റ്റ് അലേർട്ട് സിസ്റ്റം ആരംഭിച്ച ആദ്യത്തെ സംസ്ഥാനമാണ് മധ്യപ്രദേശ്. ഏറ്റവും ഉയർന്ന വിശിഷ്ട താപധാരതയുള്ള പദാർത്ഥം ഏത്? ഏറ്റവും ഉയർന്ന വിശിഷ്ട താപധാരതയുള്ള പദാർത്ഥമാണ് ജലം. ഹൈഡ്രജൻ സ്പെക്ട്രത്തിലെ ലൈമൺ ശ്രേണി കാണപ്പെടുന്ന മേഖല ഏത്? ഹൈഡ്രജൻ സ്പെക്ട്രത്തിലെ ലൈമൺ ശ്രേണി കാണപ്പെടുന്ന മേഖലയാണ് അൾട്രാ വയലറ്റ് മേഖല. അമ്ലമെന്നാൽ ഹൈഡ്രജൻ അയോൺ ദാതാവാണ് എന്ന ആശയം മുന്നോട്ട് വെച്ച ശാസ്ത്രജ്ഞൻ ആര്? അമ്ലമെന്നാൽ ഹൈഡ്രജൻ അയോൺ ദാതാവാണെന്ന ആശയം മുന്നോട്ട് വെച്ച ശാസ്ത്രജ്ഞൻ ആര്? അരീനിയസ്. കാർബണിൻ്റെ രൂപാന്തരങ്ങളിൽ തെർമോഡൈനാമിക്സ് അനുസരിച്ച് ഏറ്റവും സ്ഥിരതയുള്ള രൂപം ഏത്? ഏറ്റവും സ്ഥിരതയുള്ള രൂപമാണ് ഗ്രാഫൈറ്റ്. ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനം ഏതായിരുന്നു? ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനം 2ാം വട്ടമേശ സമ്മേളനം. ഏത് രാജ്യത്തിൻ്റെ ചാന്ദ്ര ദൗത്യമാണ് സ്ലിം മിഷൻ? ഏത് രാജ്യത്തിൻ്റെ ചാന്ദ്ര ദൗത്യമാണ് സ്ലിം മിഷൻ? ജപ്പാൻ. 1857 കലാപത്തിന് ആരിൽ നേതൃത്വം നൽകിയതാര്? ആരിൽ നേതൃത്വം നൽകിയതാരാണ്? കൻവർ സിംഗ്. നിത്യഹരിതവന മേഖലകൾ കൂടുതലായും കണ്ടുവരുന്ന കാലാവസ്ഥാ പ്രദേശം ഏത്? നിത്യഹരിതവന മേഖലകൾ കൂടുതലായും കണ്ടുവരുന്ന കാലാവസ്ഥാ പ്രദേശം ഏത്? ഭൂമധ്യരേഖാ കാലാവസ്ഥാ പ്രദേശം. അന്താരാഷ്ട്ര വിപണിയിൽ ഏറെ ആവശ്യക്കാരുള്ള അറബിക്ക എന്ന മുന്തിയ ഇനം വിള ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അറബിക്ക എന്ന് പറയുന്ന വിള ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ കാപ്പിയാണ് അല്ലേ? കാപ്പിയാണ് ഫസ്റ്റ്. കാപ്പി കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? കർണാടകയും. സെക്കൻഡ് ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? കേരളവുമാണ്. ലോക സാമ്പത്തിക ഫോറത്തിൻ്റെ സ്ഥിരം വേദി ഏത് നഗരമാണ്? ലോക സാമ്പത്തിക ഫോറത്തിൻ്റെ സ്ഥിരം വേദിയാണ് ദാവോസ്. ഇന്ത്യ ലോക വ്യാപാര സംഘടനയിൽ അംഗമായത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? ഇന്ത്യ ലോക വ്യാപാര സംഘടനയിൽ അംഗമായത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? 8ാം പഞ്ചവത്സര പദ്ധതി. ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ എത്ര മലയാളി അംഗങ്ങൾ ഉണ്ടായിരുന്നു? ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ എത്ര മലയാളി അംഗങ്ങൾ ഉണ്ടായിരുന്നു? 17. ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുന്ന 3 ഇനം നീതികളായ സാമൂഹിക നീതി, സാമ്പത്തിക നീതി, രാഷ്ട്രീയ നീതി എന്നിവ കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നുമാണ്? ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുന്ന 3 ഇനം നീതികളായ സാമൂഹിക നീതി, സാമ്പത്തിക നീതി, രാഷ്ട്രീയ നീതി എന്നിവ കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? ഫ്രഞ്ച് വിപ്ലവത്തിൽ നിന്ന്. സ്വന്തമായി ഉപഗ്രഹം വിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏത്? സ്വന്തമായി ഉപഗ്രഹം വിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏത്? ആസാം. പകൽ സമയത്ത് കാറ്റ് കടലിൽ നിന്ന് കരയിലേക്ക് വീശുകയാണെങ്കിൽ അതിനെ എന്ത് വിളിക്കുന്നു? പകൽ സമയത്ത് കാറ്റ് കടലിൽ നിന്നും കരയിലേക്ക് വീശുകയാണെങ്കിൽ അതിനെ കടൽ കാറ്റ് എന്ന് വിളിക്കുന്നു. സഹ്യാദ്രിയിലെ മഹാബലേശ്വറിനടുത്ത് നിന്ന് ഉത്ഭവിക്കുന്ന ഉപദ്വീപീയ നദി ഏത്? സഹ്യാദ്രിയിലെ മഹാബലേശ്വറിനടുത്ത് നിന്ന് ഉത്ഭവിക്കുന്ന ഉപദ്വീപീയ നദി ഏതാണ്? കൃഷ്ണ. ഉഷ്ണമേഖലാ സമുദ്രങ്ങളിൽ കാണപ്പെടുന്ന പവിഴപ്പുറ്റുകൾ നിറഞ്ഞ താഴ്ന്ന ദ്വീപുകളുടെ പേരെന്ത്? ഉഷ്ണമേഖലാ സമുദ്രങ്ങളിൽ കാണപ്പെടുന്ന പവിഴപ്പുറ്റുകൾ നിറഞ്ഞ താഴ്ന്ന ദ്വീപുകളുടെ പേരെന്ത്? അറ്റോൾ. അരുവികൾ അപ്രത്യക്ഷമാകുന്ന ശിവാലിക് കുന്നുകളുടെ അടിവാരത്തെ ഇടുങ്ങിയ മേഖല ഏതാണ്? അരുവികൾ അപ്രത്യക്ഷമാകുന്ന ശിവാലിക് കുന്നുകളുടെ അടിവാരത്തെ ഇടുങ്ങിയ മേഖല ഏതാണ്? ബാബർ. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സെബി സ്ഥാപിതമായത് എന്നാണ്? സെബി സ്ഥാപിതമായത് 1998 ഏപ്രിൽ 12. ഒരു സ്വതന്ത്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയോഗിക്കുന്ന
ഭരണഘടനയിലെ വകുപ്പ് ഏതാണ്? വകുപ്പ് 324 ഒരു സ്വതന്ത്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയോഗിക്കുന്ന ഭരണഘടനയിലെ വകുപ്പ് ഏതാണ്? വകുപ്പ് 324. പഞ്ചായത്ത് രാജ് സമ്പ്രദായത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? പഞ്ചായത്തി രാജ് സമ്പ്രദായത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ബൽവന്ത് റായ് മേത്ത. ഇനി G20 ഉച്ചകോടി നമുക്ക് നോക്കാം. 2027 നോക്കുകയാണെങ്കിൽ 2027 UK ആണ്, 2027 UK ആണ്, 2026 USA ആണ്, 2025 ദക്ഷിണാഫ്രിക്ക, 2024 ബ്രസീൽ, 2023 ഇന്ത്യ. 2027 നടക്കാനിരിക്കുന്ന എവിടെയാണ്? UK യിലാണ്. 2026 USA, 2025 ദക്ഷിണാഫ്രിക്ക, 2024 ബ്രസീൽ, 2023 ഇന്ത്യ. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് എടുത്തിരിക്കുന്നത്. ക്ലാസ്സുകൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനിയും ക്വസ്റ്റ്യൻസ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.